രാഹുൽ ഈശ്വർ കൂടെയുണ്ട്, ഞങ്ങൾ ഹിന്ദു സമൂഹം കൂടെയുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു സമൂഹത്തിൻ്റെ മൊത്തം പ്രതിനിധിയല്ല കേട്ടോ. രാഹുൽ ഈശ്വർ പറയും പോലെ ഈ 800 കോടി ആളുകൾ ലോകത്തുള്ളതിൽ കുറേ പേരെങ്കിലും 150 കോടി ഹിന്ദുക്കൾ കാണും. അവരുടെ പ്രതിനിധി അല്ല ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, രാഹുൽ ഈശ്വറും അല്ല. തന്ത്രി കുടുംബത്തിൽ ജനിച്ചു എന്ന് വരച്ച് രാഹുൽ ഈശ്വറിന് വിശ്വാസത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ മൊത്തം കുത്തകയും തന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഈ ചാനലിൽ കിടന്നതിൻ്റെ കുത്തക എടുക്കുന്നത് അത് വേറെ കാര്യം. അത് താങ്കളുടെ ഒരു അല്പജ്ഞാനവും അറിവില്ലായ്മയാണ്. അങ്ങനെ താങ്കളൊരു വിശ്വാസിയാണ്, അതിനപ്പുറം താങ്കൾ ഇത് മൊത്തം കച്ചവടം എടുക്കുന്ന ഡയലോഗാണ് അടിക്കുന്നത്. അതിൻ്റെ കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നതല്ല, താങ്കളെ കുറ്റപ്പെടുത്താനല്ല. ഞാൻ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയക്കാർ പറയുന്ന മനസ്സിലാവും രാഹുൽ ഈശ്വറെ, നമുക്ക് രാഷ്ട്രീയക്കാർ പറയുന്നത് മനസ്സിലാവും. നിങ്ങളുടെ ബന്ധു എന്നുള്ള നിലയിൽ പിന്നെ കണ്ഠരര് രാജീവിനെ നിങ്ങൾ ന്യായീകരിക്കുന്നത് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ഒരു ഹിന്ദു വിശ്വാസി എന്നുള്ള നിലയിൽ ഇതിനെ ന്യായീകരിക്കരുത്. അവിടെ കൊടുക്കേണ്ടുന്ന തന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് നിയമപരമായി ഒരു ഉത്തരവുമില്ല, ധാർമ്മികമായി ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ആചാരപ്രകാരം അദ്ദേഹം അത് പൊളിക്കുന്നതിൽ ആദ്യത്തെ കെട്ടോടിയെടുത്ത് ആദ്യത്തെ അടിയടിക്കുന്ന ആൾ, അനുജ്ഞ വാങ്ങിക്കൊടുക്കുന്ന ആൾ. അനുജ്ഞ വാങ്ങിയെന്ന് അയ്യപ്പൻ അനുജ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും മെമ്പർമാരോടും പറയില്ല. അയ്യപ്പൻ അങ്ങനെ ആരോടും വാ തുറന്ന് സംസാരിക്കത്തില്ല. പക്ഷേ അയ്യപ്പനിൽ നിന്ന് അനുജ്ഞ പ്രതീകാത്മകമായി വാങ്ങേണ്ടത് തന്ത്രിയാണ്. അത് വാങ്ങി അനുജ്ഞ കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, അനുവാദം ലഭിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള രേഖ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കേണ്ടത് തന്ത്രിയാണ്. അങ്ങനെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്താണ് 2025 ഒരു പ്രോസസ്സ് നടന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ തന്ത്രിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ പണി രാജീവ് കണ്ഠരരുവിന് അറിയില്ലായിരുന്നെങ്കിൽ അത് മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ മാപ്പ് സാക്ഷിയാക്കാം കോടതി, ഞാനല്ല. അടുത്തത് അനുജ്ഞ വേണം, അനുജ്ഞ നിവർത്തിക്കണം, അത് കഴിഞ്ഞാൽ പൂജകൾ വേണം. ഇങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. അവിടെ അതിൻ്റെ പ്രിമൈസസിനകത്ത് വത്തി ചെയ്യാവൂ. പ്രവേശത്തിന് പുറത്ത് പോകുമ്പോൾ TG മോഹൻദാസിനെ പോലുള്ള ചോദിക്കുമ്പോൾ ഒന്ന് നിലവിളിക്കുകയെങ്കിലും ചെയ്യാത്തന്തേ തന്ത്രി ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മൗന അനുവാദമുണ്ടായിരുന്നു. ഈ മൗനാനുവാദമുള്ളത് കൊണ്ടാണ് അവിടെ പിന്നെ തന്ത്രിയെ ഇതിനകത്ത് സംശയിക്കുന്നത്. അതുപോലെ ഒരു മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. തന്ത്രി ജയിലിൽ കിടക്കുന്നു. തന്ത്രിയെ കോടതിയിൽ നിന്ന് ഹാജരാക്കും. മാന്യമായി ജാമ്യമെടുക്കാം, കേസുകൾ പറയട്ടെ. അല്ലാതെ താങ്കൾ അകത്ത് കിടത്തതുപോലെ താങ്കൾ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ താങ്കൾ ഇപ്പോഴേ മറ്റൊരു സമാന്തര കോടതി ആവണ്ട. ഒറിജിനൽ കോടതി ഇതൊക്കെ തീരുമാനിക്കട്ടെ. പിന്നെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെയുള്ള കാര്യങ്ങളിൽ താങ്കൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് രാഷ്ട്രീയക്കാർ പറയട്ടെ. മന്ത്രി ആദ്യം അറസ്റ്റ് ചെയ്യണ്ടേ, തന്ത്രിയെ പിന്നെ അറസ്റ്റ് ചെയ്താൽ പോരെ, എന്നൊക്കെ പിന്നെ വേറെ കാര്യങ്ങൾ. അതുകൊണ്ട് അതിലേക്ക് രാഹുൽ ഈശ്വർ വരണം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തുള്ള ഗൂഢാലോചനയിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. തന്ത്രിയുടെ സ്വത്തിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ വരുന്നു. പിന്നെ തന്ത്രിയുടെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും തന്ത്രിയുടെ താന്ത്രിക തലത്തിലുള്ള ജീവിതത്തെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു. എല്ലാം വിശ്വസിക്കുന്നില്ല. എന്തായാലും താന്ത്രിക കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ഒരു പുനർവിചിന്തനം താങ്കളുടെ കുടുംബത്തിൽ നടത്തുന്നത് നന്നായിരിക്കും. ഈ കാമ, ക്രോധ, ലോഭ, മോഹ, അധികാര, സ്ത്രീപക്ഷമല്ല, സ്ത്രീ താല്പര്യ, മദ്യ, മയക്കുമരുന്ന് താല്പര്യങ്ങളുള്ളൊരു പുതിയ ലോകത്ത് എങ്ങനെയാണ് വ്യക്തിജീവിതം ശുദ്ധമായി, ഏറ്റവും ശുദ്ധമായി പാലിക്കേണ്ടുന്ന താന്ത്രിക ജീവിതത്തിൽ എങ്ങനെയാണ് തന്ത്രിമാർ പെരുമാറേണ്ടതെന്നുള്ളത് വളരെ ഗൗരവമായി കൊണ്ടുപോകണം. ധാർമ്മികമായി തന്ത്രിക്കുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയില്ല എന്നുള്ളതും പ്രധാനമാണ്. അയ്യപ്പൻ അനുജ്ഞ കൊടുക്കുന്നത് വേറെ ആർക്കും കൊടുക്കത്തില്ല. അയ്യപ്പൻ കൊടുക്കുന്ന ആളല്ല, പക്ഷെ വാങ്ങിയെടുക്കൽ തന്ത്രിയുടെ ജോലിയാണ്. അത് വാങ്ങിയെടുത്ത് കൃത്യമായ എൻ്റെ പ്രോസസ്സിലൂടെ കാര്യങ്ങൾ ചെയ്ത് ആ പ്രമേയത്തിനകത്ത് വെച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ തന്ത്രി രക്ഷപ്പെടുമായിരുന്നു. ഇതിനകത്ത് തന്ത്രിയുടെ ഭാഗം ഒരുപാട് സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ടാണ് തന്ത്രി അകത്തായത്. തന്ത്രിയെ പുറത്താകുന്നത് വരെ, അല്ലെങ്കിൽ തന്ത്രി കൃത്യമായി നിയമ പ്രോസസ്സിലൂടെ കടന്നു പോകട്ടെ, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരട്ടെ. അതിനിടയിൽ ഈ കിടന്ന് ഒരു ബഹളവും ഉണ്ടാക്കി ഈ കേസിനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങളുണ്ടായി കിട്ടുന്ന ജാമ്യം കൂടി ഇല്ലാതാക്കരുത്.